ത്രെഡ് വീവിങ് വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള കോട്ടന്റെ 3 ടോപ്പ് ബോട്ടം സെറ്റുകൾ കണ്ടാലോ. 3 ഷെയ്ഡ്സിലേക്കാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഡസ്റ്റി ഒരു പിങ്ക് ഷെയ്ഡിലേക്കുണ്ട്, നെക്സ്റ്റ് ഒരു ഡസ്റ്റി ബ്ലൂ ഷെയ്ഡിലേക്കുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് വേണമെന്നുള്ളവർക്ക് നല്ല ബ്രൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡിലേക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഓരോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന പറഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡസ്റ്റി പിങ്ക് ഷെയ്ഡ്, വെറൈറ്റി ആയിട്ട് റെയർ ആയിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡാട്ടോ. ഇതിനകത്തേക്ക് വന്നേക്കുന്നത് പറഞ്ഞാൽ ഒരു യെല്ലോ കളറിലെ ത്രെഡിന്റെ വീവിംഗ് ആണ്. ഇതിനകത്തേക്ക് ടോപ്പിന്റെ മെയിൻ ബോഡി പോർഷനിലേക്ക് വന്നേക്കുന്ന ഒരു ബുട്ട വീവിംഗ് പോലെ, ബോട്ടത്തിലേക്ക് വന്നേക്കുന്ന ഒരു റണ്ണിങ് സ്റ്റിച്ചസ് പോലെയാണ് യെല്ലോ കളറിലേക്ക് വന്നേക്കുന്നത്. കോട്ടൺ ലൈനിങ് ഇതിനോട് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഈ ടോപ്പ് കുറച്ചൊന്ന് ചുരുങ്ങും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് കുറച്ചും കൂടി ഒരു വലിയ സൈസിലേക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കുന്നത് കേട്ടോ. എല്ലാവരുടെയും കറക്റ്റ് മെഷർമെന്റ് തന്നെ നോക്കിയിട്ട് ചൂസ് ചെയ്താൽ മതി. സൈസായിട്ട് നമ്മൾ വെബ്സൈറ്റിനകത്തേക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ലാർജ് സൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. 46 ഇഞ്ചസ് ലെങ്താണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. പ്രൈസ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 1090 റേറ്റിലേക്ക്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഒരു ഡസ്റ്റി ടീൽ ബ്ലൂ എന്ന് പറയാം കേട്ടോ. ഇതിന്റെ ആണെങ്കിലും വി ഷേപ്പിലേക്ക് ഒരു നെക്ക് ആക്ച്വലി വന്നേക്കുന്നത്. ഇതിന്റെ ബോട്ടത്തിന്റെ പാച്ച് ഒരു ഇന്നർ പോലെ തോന്നുന്ന രീതിയിലേക്ക് ഇതിന് ഉള്ളിലേക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 1090. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാട്ടോ. ഇതിനകത്തേക്ക് വന്നേക്കുന്ന ഒരു ബുട്ട വീവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബ്ലാക്ക് കളറിലേക്കാണ്. അപ്പോൾ വേഗം നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളാം.